നമസ്കാരം. പ്രകൃതിയുടെ നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വൻ നദി അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് വിപരീതമായി സഞ്ചരിക്കുക എന്നത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ മിസിസിപ്പി നദിയുടെ ചരിത്രത്തിൽ ഇത്തരം വിസ്മയകരവും ഭയാനകവുമായ നിമിഷങ്ങൾ ഒന്നിലധികം തവണ സംഭവിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഇത്തരം പ്രതിഭാസങ്ങൾ മിക്കപ്പോഴും അതിശക്തമായ ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ അതിതീവ്രമായ ചുഴലിക്കാറ്റുകളോ മൂലമാണ് സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനമനസ്സുകളിൽ ഇന്നും ഭീതിയോടെ നിൽക്കുന്നതുമായ സംഭവം നടന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. 1812 ഫെബ്രുവരി 7-നാണ് മിസിസിപ്പി നദി ചരിത്രപ്രധാനമായ രീതിയിൽ പിന്നോട്ടൊഴുകിയത്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായ ഭൂകമ്പ പരമ്പരകളിൽ ഒന്നായ ന്യൂ മാഡ്രിഡ് ഭൂകമ്പമായിരുന്നു ഈ പ്രതിഭാസത്തിന് ആധാരമായ കാരണം. മിസൗറിയിലെ ന്യൂ മാഡ്രിഡ് മേഖല കേന്ദ്രീകരിച്ചുണ്ടായ ഈ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏകദേശം 8 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. ഭൂമിക്കടിയിലുണ്ടായ അതിശക്തമായ ഊർജ്ജപ്രവാഹം നദീതടത്തിൻ്റെ ഘടനയിൽ പെട്ടെന്ന് മാറ്റം വരുത്തി. ഭൂമിയുടെ പാളികൾ തമ്മിലുണ്ടായ വലിയ വ്യതിയാനം നദിയുടെ ഒരു ഭാഗം പെട്ടെന്ന് ഉയരുവാനും മറ്റൊരു ഭാഗം താഴ്ന്നു പോകാനും കാരണമായി. ഇതോടെ നദിയിലെ ജലം പ്രകൃതിദത്തമായ തടസ്സങ്ങളിൽ തട്ടി നിൽക്കുകയും ഉയർന്നു വന്ന ഭൂപ്രതലത്തിൽ നിന്ന് താഴേക്ക്, അതായത് ഒഴുക്കിന് വിപരീത ദിശയിലേക്ക് കുതിച്ചു പായുവാൻ തുടങ്ങുകയും ചെയ്തു. ഈ പ്രതിഭാസം നടന്ന സമയത്ത് നദിയിലുണ്ടായിരുന്ന നാവികരും തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരും വിവരണാതീതമായ കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. നദിയുടെ ഒഴുക്ക് പെട്ടെന്ന് നിലയ്ക്കുകയും തുടർന്ന് വലിയ തിരമാലകളോടെ വെള്ളം വടക്ക് ദിശയിലേക്ക് ഒഴുകുവാൻ തുടങ്ങുകയും ചെയ്തു. നദിക്കടിയിലുണ്ടായ ഭൂകമ്പം വലിയ ജലച്ചുഴികളും വെള്ളച്ചാട്ടങ്ങളും വരെ അവിടെ സൃഷ്ടിച്ചു. ഏകദേശം 24 മണിക്കൂറോളം ഈ അസ്വാഭാവികമായ ഒഴുക്ക് നീണ്ടു നിന്നതായി ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടാണ് ടെന്നസയിലെ വിഖ്യാതമായ റീൽ ഫൂട്ട് തടാകം രൂപപ്പെട്ടത്. നദിയുടെ ഒഴുക്ക് തിരിഞ്ഞു വന്നപ്പോൾ താഴ്ന്ന പ്രദേശം വെള്ളത്തിനടിയിലാവുകയും അത് സ്ഥിരമായൊരു തടാകമായി മാറുകയും ചെയ്തു. കാടുകൾ വെള്ളത്തിനടിയിലായതും നദി ഗതി മാറിയതുമെല്ലാം പ്രകൃതിയുടെ സംഹാര രൂപമാണ് അന്ന് വെളിപ്പെടുത്തിയത്. ആധുനിക കാലഘട്ടത്തിലും മിസിസിപ്പി നദി ഇത്തരത്തിൽ പിന്നോട്ട് ഒഴുകുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ 1812 നിന്ന് വ്യത്യസ്തമായി ഇവ കൊടുങ്കാറ്റുകളുടെ സ്വാധീനത്തിലാണ് സംഭവിച്ചത്. 2005 അമേരിക്കയെ നടുക്കിയ കത്രീന കൊടുങ്കാറ്റിൻ്റെ സമയത്ത് കടലിൽ നിന്നുള്ള ശക്തമായ തള്ളിച്ച കാരണം നദിയിലെ ഒഴുക്ക് താൽക്കാലികമായി നിശ്ചലമാവുകയും പിന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് 2012 ഐസക് ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോൾ US ജിയോളജിക്കൽ സർവേ കൃത്യമായ കണക്കുകളോടെ ഈ പ്രതിഭാസം രേഖപ്പെടുത്തി. അന്ന് ഏകദേശം 24 മണിക്കൂർ നേരം നദി വിപരീത ദിശയിൽ ഒഴുകി. ഏറ്റവും ഒടുവിൽ 2021 ഐഡ കൊടുങ്കാറ്റിൻ്റെ സമയത്തും അതിശക്തമായ കാറ്റും കടൽക്ഷോഭവും കാരണം മിസിസിപ്പി നദിക്ക് ഇതേ ഗതിയുണ്ടായി. നദിയിലെ സാധാരണ ഒഴുക്കിനേക്കാൾ പല മടങ്ങ് വേഗതയിലാണ് അന്ന് വെള്ളം പിന്നോട്ട് തള്ളപ്പെട്ടത്. മിസിസിപ്പി നദി പിന്നോട്ടൊഴുകിയ ഈ ദിനങ്ങൾ കേവലം കൗതുകകരമായ വാർത്തകളല്ല, മറിച്ച് മനുഷ്യനും സാങ്കേതിക വിദ്യയ്ക്കും അപ്പുറത്തുള്ള പ്രകൃതിയുടെ അപാരമായ ശക്തിയുടെ അടയാളങ്ങളാണ്. ഓരോ തവണയും ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അത് ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്കും തീരപ്രദേശങ്ങളിലെ ജീവജാലങ്ങളുടെ ജീവിത രീതിയിലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ശാസ്ത്രീയമായി ഇതിനെ സ്റ്റോം സർജ് എന്നോ സീസ്മിക് ആക്ടിവിറ്റി എന്നോ വിശേഷിപ്പിക്കാമെങ്കിലും ആയിരക്കണക്കിന് മൈലുകൾ നീളുന്ന ഒരു മഹാജലപ്രവാഹം അതിൻ്റെ ഗതി മാറ്റുന്നത് ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമായി തുടരുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യരാശിയെ എത്രത്തോളം നിസ്സഹരാക്കുന്നു എന്നതിൻ്റെയും ഭൂമി അതിൻ്റെ രൂപഘടന എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ദിനങ്ങൾ. വെബ് ഡെസ്ക് തത്തുമൈ TV.